BJP പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ശത്രുസ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഞങ്ങളങ്ങ് ഭരണത്തിലേക്ക് വരും എന്ന് പറയുന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയാണ് തോന്നുന്നത്. മുന്നണി മര്യാദയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിണറായി വിജയനെ ഹഗ് ചെയ്യുന്നതിനകത്ത് വലിയ തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ NDAയുടെ നേതാവായ നരേന്ദ്രമോദിയെ പരസ്യമായി സഭയ്ക്കകത്ത് വെച്ച് ആലിംഗനം ചെയ്യുന്നതിൽ ഒരു തെറ്റും അദ്ദേഹം കാണുന്നില്ലെങ്കിൽ ഇതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ പക്വതയില്ലായ്മ എന്ന് ഞാൻ പറയുന്നത്. ഇന്ന് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന പോലുമുള്ള സ്ട്രെങ്ത് ഇന്ന് ഇന്ത്യ മുന്നണിക്കില്ല. ഈ സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള ലോക്സഭാ സീറ്റുകൾ ഇരട്ടിയാക്കുമ്പോൾ ഒന്നിന് പകരം അവിടെ 2 MP കയറാൻ പോകുന്നത്. പ്രസന്റേഷൻ നടത്തിയാൽ അപ്പുറത്തേക്ക് എവിടെയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ചെറുവിരൽ അനക്കാനോ നിയമപരമായ ഒരു പോരാട്ടത്തിന് ഈ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ശശി തരൂരിനെ പോലെ നേതാക്കന്മാരുള്ള സമയത്ത് രാഹുൽ ഗാന്ധി എന്തിനാ വെറുതെ പ്രധാനമന്ത്രിയായി സമയം കളയുന്നത് എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനേക്കാൾ എഫിഷ്യന്റ് ആയിട്ടുള്ള ഈ CPM BJP ഡീലെന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലൊക്കെ മറുപടിയായിട്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ കഴിയില്ല എന്ന് അട്ടമന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറയുമ്പോഴും പറയുന്നുണ്ട് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തെ മുറുകെ പിടിക്കുമെന്നും ഭരണം പിടിക്കുമെന്നും ഉറപ്പിച്ചും പറയുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് രാഷ്ട്രീയ പക്വത കുറവാണ് എന്ന് ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി ദേശീയ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പ്രധാന ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP സർക്കാരും, അല്ലെങ്കിൽ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ശത്രുസ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടിയിലെ നേതാവ് പാലിക്കേണ്ട മര്യാദകളൊന്നും രാഹുൽ ഗാന്ധി പാലിച്ചിട്ടില്ല. അത് നമുക്കറിയാവുന്ന പോലെ പാർലമെന്റിൽ പരസ്യമായി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കാം, അതിന് ബുദ്ധിമുട്ടില്ല. നമ്മൾ കാണുന്ന കാഴ്ച അതാണ്. നരേന്ദ്രമോദി അടുത്തേക്ക് രാഹുൽ ഗാന്ധി വരുന്നു, വന്ന് കെട്ടിപ്പിടിക്കുന്നു, അതോടൊപ്പം തന്നെ ചെറിയ ചിരിയോടുകൂടി കണ്ണടച്ച് കാണിക്കുന്നു. ഇതൊക്കെ രാഹുൽ ഗാന്ധി പയറ്റുന്ന ചില തന്ത്രങ്ങളാണ്. തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രം എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നു ആ വാക്യം പിൻവലിക്കുകയാണ്. കാര്യം തന്ത്രമല്ല. തന്ത്രം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബോധമുള്ള ആൾക്കാർ കാണിക്കുന്നതാണ് തന്ത്രം. ഒരു വീഴ്ത്താൻ വേണ്ടിയിട്ടും ചില ചുവടുമാറ്റത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നടത്തുന്ന പരിശ്രമങ്ങളെയാണ് തന്ത്രം എന്ന് പറയുന്നത്. തന്ത്രപരമായ നീക്കം എന്നൊക്കെ പറയും. ഇത് തന്ത്രമൊന്നുമല്ല, ഇത് ബാലിശമായ ചാബല്യം എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ബാലചാബല്യം കാണിച്ചു കിടക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി പിണറായി വിജയനെ ആലിംഗനം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എന്താണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി, ആ മുന്നണിയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ആ മുന്നണിയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി. ഈ പറയുന്ന പിണറായി വിജയൻ അതിലെ ഒരു സഖ്യകക്ഷിയുടെ കൂട്ടുകക്ഷിയുടെ ഘടകകക്ഷിയുടെ നേതാവാണ്. കേരളത്തിൽ നിന്നുള്ള നേതാവാണ് പിണറായി വിജയൻ. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല. കേരള രാഷ്ട്രീയവുമായി ചിന്തിക്കുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്നു. ഇവിടെ UDF എന്ന് പറയുന്ന വേറൊരു മുന്നണിയാണ് ഭരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF എന്ന് പറയുന്ന മുന്നണി ഭരിക്കുകയും ചെയ്യുന്നു. ഇവിടെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPM. അപ്പൊ സ്വാഭാവികമായിട്ടും മുന്നണി മര്യാദയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും പിണറായി വിജയനെ ഹഗ് ചെയ്യുന്നതിനകത്ത് വലിയ തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എതിർചേരിയിൽ നിൽക്കുന്ന ഇന്ത്യ വേറെ, NDA വേറെ. അപ്പൊ NDAയുടെ നേതാവായ നരേന്ദ്രമോദിയെ പരസ്യമായി സഭയ്ക്കകത്ത് വെച്ച് ആലിംഗനം ചെയ്യുന്നതിൽ ഒരു തെറ്റും അദ്ദേഹം കാണുന്നില്ലെങ്കിൽ ഇതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ പക്വതയില്ലായ്മ എന്ന് ഞാൻ പറയുന്നത്. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ ഞങ്ങളങ്ങ് ഭരണത്തിലേക്ക് വരും എന്ന് പറയുന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഭരണത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെ മുന്നിലുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ പറയുന്നില്ല ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിക്കൊണ്ട് ഇപ്പം പുതിയ പദ്ധതി തുടങ്ങുകയാണ്, തൊഴിലുറപ്പ് പദ്ധതി. അത് ഇപ്പം ആരംഭിക്കാൻ പോകുന്നു. ഈ കാര്യത്തിൽ എന്ത് സമീപനമാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നിന്ന് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്? ഈ ബില്ല് സഭയിൽ പാസ്സാക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി എവിടെ ആയിരുന്നു? ജർമ്മനിയില് BMW ബൈക്ക് ഓടിച്ച് കളിക്കുകയാണ്. ഇതാണ് പറഞ്ഞത്, രാഷ്ട്രീയ ചപലത അല്ലെങ്കിൽ ഒരു ബാലചാബല്യം വിട്ടുമാറാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി. ഇവിടെ പോയിട്ട് ഇപ്പം ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി കിണറ്റിൽ ചാടിയിട്ടോ കടലിൽ ചാടിയിട്ടോ കാര്യമില്ല. എവിടെങ്കിലും പോയിട്ട് ഈ പറയുന്ന വില്ലേജ് ഫുഡ് കോർട്ടോ അങ്ങനെ എന്തോ പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, അവരുമായി ചേർന്നിട്ട് ബിരിയാണി ഉണ്ടാക്കി തൈരുണ്ടാക്കി കഴിച്ചിട്ട്
തൈര് സാധം ഉണ്ടാക്കി കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തെ താഴെ വീഴ്ത്താൻ, BJP ഉയർത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ താഴെ വീഴ്ത്താൻ എന്താണ് ഒരു മുന്നണി രൂപീകരണത്തിലൂടെ ചെയ്യേണ്ടത് എന്ന് മാത്രം ആലോചിക്കുക. ഏതെങ്കിലും ഒന്നോ രണ്ടോ എടുത്ത് ഇപ്പൊ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിച്ചു പോയത് കൊണ്ട് രാഹുൽ ഗാന്ധി അനിഷേധ്യനായ നേതാവാകുന്നില്ല. രാഹുൽ ഗാന്ധി ജയിപ്പിക്കാൻ കൂടി പ്രാപ്തനാകണം. തന്റെ ഘടകകക്ഷിയിൽ നിൽക്കുന്ന നേതാക്കന്മാര് അല്ലെങ്കിൽ MP ആയി മത്സരിക്കുന്നവരെ ജയിപ്പിക്കാൻ വേണ്ടി തന്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം സമീപനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. തനിക്കൊരു മുന്നണി ഉണ്ടെങ്കിൽ ആ മുന്നണിയെ വളർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം അതും ചിന്തിക്കേണ്ട ഒരാൾ രാഹുൽ ഗാന്ധി ആയിരുന്നു. എന്നാൽ ദൗർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഇതൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഹരിയാന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കർഷകർക്കെതിരായി അവിടുത്തെ BJP സർക്കാർ, എനിക്ക് തോന്നുന്നു ഖട്ടറായിരുന്നു തോന്നുന്നു, അപ്പോൾ അവര് ഉണ്ടാക്കി വെച്ച ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സർക്കാർ, BJP സർക്കാർ അവിടെ കർഷകർക്കെതിരായി അവർക്ക് വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക, കൃഷി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച ഡ്രോണുകൾ അവരുടെ ദേഹത്തേക്ക് ഷെല്ലുകൾ വർഷിക്കാനും ബോംബ് എറിയാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം പോലും കർഷക സമരത്തിനിടയിൽ ഹരിയാനയിൽ ഉണ്ടായി. അതോടൊപ്പം തന്നെ അന്നാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന അവിടുത്തെ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന അന്നത്തെ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലൈംഗികാതിക്രമ വിവാദങ്ങൾ, പോക്സോ കേസ് അടക്കം നിലവിലിരിക്കുന്ന സാഹചര്യം. ഇങ്ങനെല്ലാം ഹരിയാന തെരഞ്ഞെടുപ്പ് സമയത്ത് BJPക്കെതിരായി ശക്തമായ ഒരു വികാരം നിലനിന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ഹരിയാനയിൽ ദയനീയമായി കോൺഗ്രസിന് പരാജയപ്പെടേണ്ട ഗതികേടുണ്ടായത്? ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ആം ആദ്മി എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായി, അവിടെ ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബ് ഹരിയാന എന്ന് പറയുന്ന പഞ്ചാബ് ആ സമയത്ത് ഇവരുടെ കയ്യിലാണ്, ആം ആദ്മി പാർട്ടിയുടെ കയ്യിലാണ്. അപ്പൊ ഇവിടെ കൃത്യമായി മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി ആം ആദ്മി ആയിരുന്നു. പക്ഷെ അവിടെ എന്ത് ചെയ്തു? അവിടെ ഭൂപേന്ദ്ര സിംഗ് ഹൂഡ അടക്കമുള്ളവർ ചേർന്നിട്ട് അവിടെ വലിയൊരു തിരിമറി നടത്തി. ആ തിരിമറി നടത്തിയതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ആം ആദ്മി പാർട്ടിക്ക് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഗതികേട് വന്നു. അതായത് ആ മുന്നണി ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊന്നായി മത്സരിക്കേണ്ടി വന്നു. നമ്മൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ഇത് കണ്ടതാണ്. ഇപ്പൊ നമ്മൾ സമാജ്വാദി പാർട്ടിയിലെ അഖിലേഷ് യാദവുമായി തെറ്റിപ്പിരിയുന്നു. ഈ അഖിലേഷ് യാദവുമായിട്ട് തെറ്റിപ്പിരിയുന്ന ഇവരുടെ ഒന്നും ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പരസ്യമായി ഇന്ത്യ മുന്നണിക്കെതിരായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഇതിനൊക്കെ കാരണം ഇപ്പൊ DMK നോക്കൂ, DMK അവരിൽ നിന്ന് പിന്നെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു? അവിടെ ഒരു മന്ത്രിസ്ഥാനത്തിനോ അല്ല അധികാരത്തിന് വേണ്ടിയിട്ട് അതുവരെ പിന്തുടർന്ന് പോയിക്കൊണ്ടിരുന്ന DMKയിൽ നിന്ന് പിന്മാറുന്നു. DMKയുടെ ആ സഖ്യത്തിൽ നിന്ന് ഇവർ കോൺഗ്രസ് പിന്മാറിക്കൊണ്ട് TVKയുടെ പിന്നാലെ പോകുന്നു. എന്നാൽ അതേസമയം ഇവരുമായി ചർച്ച നടത്തിയിട്ടില്ല. ചർച്ച നടത്തിയതിനു ശേഷം അത് ചെയ്തിരുന്നെങ്കിൽ DMKയുമായിട്ടുള്ള അലയൻസ് നിലനിൽക്കുമായിരുന്നു. തൃണമൂൽ കോൺഗ്രസുമായിട്ടുണ്ടാക്കിയ തർക്കം അത് അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരുമായും എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായും ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു സത്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ തകർച്ചയ്ക്ക് കാരണം. ഇന്ന് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന പോലുമുള്ള സ്ട്രെങ്ത് ഇന്ന് ഇന്ത്യ മുന്നണിക്കില്ല. പിന്നെ അതോടൊപ്പം ഇവിടെ BJPയുടെ ഒരു രാഷ്ട്രീയമുണ്ട്. BJP കളിക്കുന്ന രാഷ്ട്രീയം എങ്ങനെയാ? BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഉത്തരേന്ത്യയിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, ഏറ്റവും വലിയ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഗുജറാത്ത് ആരുടെ കയ്യിലിരിക്കുന്നേ? BJPയുടെ കയ്യിലാണ്. പശ്ചിമ ബംഗാൾ ആരുടെ കയ്യിലാണ്? BJPയുടെ കയ്യിലാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം സംസ്ഥാനങ്ങൾ, ഇപ്പൊ മധ്യപ്രദേശ്, അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, അതായത് ഏറ്റവും കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ BJPയുടെ പിടിയിലേക്ക് എത്തിച്ചത് എന്തുകൊണ്ട് സംഭവിച്ചു? ഇതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് 75 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. എന്തുകൊണ്ടാണ് കഴിയാതെ പോയത്? ഇന്ന് ഏതെങ്കിലും അവിടെ നിന്നുണ്ട് നരേന്ദ്രമോദി അവിടെ നിന്ന് കണ്ണുരുട്ടിയിട്ട് EDയെ പറഞ്ഞു വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ പല നേതാക്കന്മാർ, ഇന്നിരിക്കുന്ന അസം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഹിമന്ത് ബിശ്വ ശർമ്മ അടക്കമുള്ള നേതാക്കന്മാർ ഉടനെ ഇറങ്ങാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് നേരെ അപ്പുറത്തേക്ക് പോവാ. ഇതിനെ പ്രതിരോധിക്കാൻ, ഇതിന് തടയിടാൻ എന്ത് മാർഗം ഉണ്ടായി? രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിക്ക് പോയി കഴിഞ്ഞാൽ അപ്പൂപ്പന്റെ പേര് ദോഷം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് രാഹുൽ ഗാന്ധി പോവാത്തത്. ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED അന്വേഷണം വന്ന സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി ഇപ്പം നരേന്ദ്രമോദിയുടെ കാൽച്ചുവട്ടിൽ അഭയം പ്രാപിച്ചേനെ. ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പം അത് പിന്നെ സോണിയാഗാന്ധി, പിന്നെ നെഹ്റു എന്നൊക്കെ പറയുന്നൊരു കുടുംബം ഉണ്ടല്ലോ, ഈ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇപ്പൊ നോക്കൂ, നമ്മള് ഡൽഹിയിൽ ഇപ്പൊ രേഖ ഗുപ്തയാണ് ഡൽഹിയുടെ പിന്നെ മുഖ്യമന്ത്രി. ആരാത്? അത് BJPയുടെ നേതാവാണ്. BJPയുടെ മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ. അതുവരെ അങ്ങനെ അല്ലായിരുന്നല്ലോ. ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നല്ലോ അവിടുത്തെ പിന്നെ മുഖ്യമന്ത്രിയായിട്ടിരുന്നത്. അപ്പം BJPക്ക് കൊടുത്തിട്ടേ ഇല്ല. അപ്പം BJPക്ക് ഷീലാ ദീക്ഷിത് ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് ഇവിടേക്ക് ആം ആദ്മി പാർട്ടി വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് ഇതെന്താ സംഭവിച്ചത്?
ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ പറ്റി? രേഖാ ഗുപ്ത എന്തുകൊണ്ട് BJP ഡൽഹിയിൽ അധികാരത്തിൽ വന്നു? കാരണം ഒന്നേ ഉള്ളൂ, ആം ആദ്മി പാർട്ടിക്കെതിരായി ആം ആദ്മി പാർട്ടിയിലെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് അരവിന്ദ് കെജ്രിവാളിനും അതോടൊപ്പം തന്നെ മറ്റൊരു പിന്നെ അവരുടെ എക്സൈസ് വകുപ്പ് മന്ത്രിക്കും എതിരായി ഇവിടെ കേസ് കൊടുക്കുന്നതും ഈ കേസ് പുട്ടപ്പ് ചെയ്ത് EDയുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുന്നതും ഈ പറയുന്ന മനീഷ് സിസോദിയെയും പിന്നെ നമ്മുടെ ഇദ്ദേഹത്തെയും അരവിന്ദ് കെജ്രിവാളിനെ തീഹാർ ജയിലിലേക്ക് പറഞ്ഞു വിടുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരായിരുന്നു? നമ്മുടെ കോൺഗ്രസ്സുകാരായിരുന്നു, അവിടുത്തെ PCC ആയിരുന്നു. അപ്പൊ അവരാണ് ഈ പരാതി പുട്ടപ്പ് ചെയ്യുന്നത്. അത് പുട്ടപ്പ് ചെയ്തതോടുകൂടി ഇവർ തമ്മിലുള്ള ബന്ധം കൊലഞ്ഞു കിട്ടി. ഇതോടുകൂടി സംഭവിച്ചത് എന്താ? ഇവിടെ സംഭവിച്ചത് പുതിയ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഡൽഹിയിൽ അധികാരം ഉറപ്പിക്കുന്നു. ഇതാണ് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ ഒരു നോർത്ത് ഈസ്റ്റ് കംപ്ലീറ്റ് അവരുടെ കയ്യിലായി, ഏകദേശം പിന്നെ നോർത്ത് കംപ്ലീറ്റ് ഇപ്പം BJPയുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനെ പ്രതിരോധിക്കുക. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പം മണ്ഡല വിഭജനം വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മണ്ഡല വിഭജനം വരും. മണ്ഡല വിഭജനം വരുമ്പോൾ ഒരു ഗുണം എന്താണെന്നറിയോ? അല്ലെങ്കിൽ BJPക്ക് കിട്ടാൻ പോകുന്ന ഒരു പ്രയോജനം ഞാൻ പറഞ്ഞുതരാം. മണ്ഡല വിഭജനം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന ഇപ്പൊ കേരളം വലിയ പ്രയോജനമൊന്നും ഇല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് 20 മണ്ഡലങ്ങളേ ഉള്ളൂ, ലോക്സഭാ മണ്ഡലങ്ങൾ. ആ 20 എണ്ണത്തിൽ നിന്ന് 18, 19, 20 ഒക്കെ ജയിച്ചു പോകുന്നത് UDF അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയാണ്. ഒരു പ്രയോജനമില്ല. ഇവിടുന്ന് കാരണം എന്താ? വടക്ക് നിൽക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകളുള്ള മണ്ഡലങ്ങൾ ഇതൊക്കെ സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള ലോക്സഭാ സീറ്റുകൾ ഇരട്ടിയാക്കുമ്പോൾ ഒന്നിനു പകരം അവിടെ 2 MP കയറാൻ പോകുന്നത്. നിലവിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 100 ലോക്സഭാ സീറ്റുള്ള ഒരു മണ്ഡലം ഉണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ സംസ്ഥാനം ഉണ്ടെന്ന് വെച്ചു. അവിടെ മണ്ഡല വിഭജനം വരുമ്പോൾ അവിടെ ഇപ്പൊ അവർക്കൊരു 80 പിന്നെ MP അവിടെ നിന്ന് കിട്ടുന്നു വെച്ചു. 100 എണ്ണത്തിൽ 80 എണ്ണം BJP കിട്ടുന്നു എന്ന് വിചാരിച്ചു. മണ്ഡല വിഭജനം വരുമ്പോൾ ഈ 80 എന്നുള്ള 160 ആവും. സോ അവർക്ക് സ്ട്രെങ്ത് കൂടുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ട്രെങ്ത് കൂടുന്നുണ്ട്, ലോക്സഭാ മണ്ഡലങ്ങൾ കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതോടുകൂടി BJP ഭരിക്കുന്നിടത്ത് ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. മറ്റ് സംസ്ഥാനങ്ങളെ, അതായത് BJPക്ക് വലിയ പ്രാധാന്യമില്ലാത്തടത്ത് മണ്ഡല വിഭജനം പേരിന് വേണമെങ്കിൽ കൊണ്ടുവരും, ചിലപ്പോൾ കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പൊ കേരളത്തിലെ ജനസംഖ്യാനുപാതമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 20 എന്നുള്ളത് 15 ആക്കാം, അല്ലെ 14ലേക്ക് എത്തിക്കാം. അപ്പൊ കേരളത്തിൽ നിന്ന് കോൺഗ്രസിന്റെ MP പോകുന്ന വെറും 14 പേരായിരിക്കും. അപ്പം കോൺഗ്രസിന് പ്രാധാന്യമില്ല, അല്ലെങ്കിൽ BJPക്ക് പ്രാധാന്യമില്ലാത്ത സ്ഥലങ്ങളിലെ അല്ലെങ്കിൽ മണ്ഡലങ്ങൾ സംസ്ഥാനങ്ങളിൽ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് കുറയ്ക്കാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകാനും BJPക്ക് പ്രാധാന്യമുള്ള സംസ്ഥാനങ്ങളിൽ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടാനുമുള്ള അവകാശം ഇപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ രീതിയിലായിരിക്കും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇന്ത്യ മുന്നണി ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നും ആ പറയുന്ന അധികാരം മാറ്റപ്പെടണം. കാരണം രാഷ്ട്രീയ പക്വതയില്ലായ്മ അദ്ദേഹത്തിന് വേണ്ടുവോളം ഉണ്ട്. എന്നാൽ പല കാര്യങ്ങളിലും വളരെ ഇപ്പൊ പറയുന്നു, ഇവിടെ വോട്ടെടുപ്പ് നീതിയുക്തമായിരിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നുണ്ട്. ഈ വോട്ട് ചോരി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രസന്റേഷൻ നടത്തിയതിന് അപ്പുറത്തേക്ക് എവിടെയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ചെറുവിരൽ അനക്കാനോ നിയമപരമായ ഒരു പോരാട്ടത്തിന് ഈ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? രാഹുൽ ഗാന്ധിക്ക് ഇതൊക്കെ എടുത്ത് പറയാൻ കൊള്ളാം, അതിനപ്പുറത്തേക്ക് അതിനൊരു ഫോളോ അപ്പ് ചെയ്യാനോ അതിന്റെ പിന്നാലെ പോകാനോ ഒന്നും ഇവിടെ സമയമില്ല. ഇവിടെ എന്തുകൊണ്ടാണ് പല കേസുകളും ഇവിടെ അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നത്? ആരെങ്കിലും ഒരാൾ അതിന്റെ പിന്നാലെ പോകുന്നോണ്ടാ. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് വേറെ എന്താ പണി? ഈ നാട് നീളെ നടക്കുന്നതിനെയും പിന്നെ പട്ടായയിൽ പോയി മസാജ് നടത്തിയിട്ട് തിരിച്ചു വരുന്നതൊക്കെ ഒന്നും അല്ല. ഇത് അതിനു വേണ്ടിയിട്ടല്ല ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം. ഇതൊക്കെ കൃത്യമായി കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നടത്തിക്കൊണ്ട് പോവുക. അവിടെ എതിർക്കപ്പെടേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി എതിർക്കാനുമുള്ള കപ്പാസിറ്റി ഉള്ള ഒരു നേതാവായി മാറുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ആദ്യം ചെയ്യേണ്ടത്. കാര്യം പ്രായം കുറെ ആയി. നമ്മൾ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും കല്യാണം കഴിക്കാൻ ബാച്ചിലറായി നടക്കുന്നുണ്ടെങ്കിലും ക്രോണിക് ബാച്ചിലറായി, പ്രായം കുറെ എത്തി. അപ്പൊ ഇനിയെങ്കിലും പിന്നെ പക്വതയോടുകൂടി പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇനി വ്യാപിക്കാനാണ് സാധ്യത. ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ ഇപ്പൊ തന്നെ നമ്മൾ നോക്കി പല രാഷ്ട്രീയ പാർട്ടികളും വിഭജിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പം സമാജ്വാദി പാർട്ടി ആണെങ്കിലും ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിൽ അവിടെ വിമതന്മാരുടെ ശല്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശിവസേന, പിന്നെ അങ്ങനെ പല ഇപ്പൊ ശരത് പവാറിന്റെ NCP, ഇതെല്ലാം പലതായിട്ട് വിഭജനം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഉദ്ധവ് താക്കറയുടെ ഞാൻ തോന്നുന്നു ശിവസേന വീണ്ടും വിഭജിക്കാൻ പോകുന്നത് വാർത്തയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഈ പറയുന്ന പോലെ ഇതെല്ലാം വിഭജിച്ചു ഒന്നും അറിയുന്നില്ല. ഇതെല്ലാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല രാഹുൽ ഗാന്ധിക്ക് വേറെ ചില ലക്ഷ്യങ്ങളാണ്. പക്ഷെ അതിലേക്ക് ഒരിക്കലും എത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ അത്തരം ലക്ഷ്യങ്ങളല്ല ഇവിടെ രാഷ്ട്രീയത്തിൽ വേണ്ടത്. പ്രധാനമന്ത്രി ആവുകയോ ആവാതിരിക്കുകയോ അതൊക്കെ ഇഷ്ടമാണ്. അപ്പം
അതൊക്കെ ഇപ്പം ശശി തരൂരിനെ പോലെ നേതാക്കന്മാരുള്ള സമയത്ത് രാഹുൽ ഗാന്ധി എന്തിനാ വെറുതെ പ്രധാനമന്ത്രിയായി സമയം കളയുന്നത് എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനേക്കാൾ എഫിഷ്യന്റ് ആയിട്ടുള്ള സച്ചിൻ പൈലറ്റിനെ പോലെയുള്ള അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ എസ് പിയുടെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെ പോലുള്ള നേതാക്കന്മാരൊക്കെ ഉള്ള സമയത്ത് എന്തിനാണ് വെറുതെ രാഹുൽ ഗാന്ധി അതിന് മഞ്ഞു കൊള്ളുന്നത് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ എന്നാലും പിണറായി വിജയനെ തൽക്കാലം കെട്ടിപ്പിടിക്കാൻ നിൽക്കേണ്ട, പോയി നരേന്ദ്രമോദിയെ നന്നായി കെട്ടിപ്പിടിച്ചാൽ തൽക്കാലം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇനിയും തുടരാൻ കഴിയുമെന്നുള്ളതാണ്.